നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പറയുന്ന വാക്കുകളെക്കുറിച്ച്, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഹായ്, ഐ എം ജാഫർ അലി. ഐ എം എ കോൺഷ്യസ് ലിവിംഗ് കോച്ച്. നമ്മൾ മൈൻഡ് സെറ്റ് റീസെറ്റ് എന്ന പ്രോഗ്രാമിൻ്റെ 18ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഒരു ബോധത്തോടു കൂടിയുള്ള സംസാര ശൈലി എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് വെറുതെ അങ്ങോട്ട് കേട്ടുകൊണ്ട് പെട്ടെന്ന് മറുപടി കൊടുക്കുന്നതിന് പകരം എന്താണ് മറുപടി കൊടുക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി ഒരു നല്ലൊരു ലിസണറായിട്ട് മാറിയിട്ടുള്ള ഒരു സംസാര ശൈലിയാണ് കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നതും അതുപോലെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അല്ലേ? ഇതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. കഴിഞ്ഞാൽ ആക്റ്റീവ് ലിസണിങ് ആണ്. നമ്മളൊരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ മറുപടി കൊടുക്കാനുള്ള രീതിയിൽ അത് സെറ്റായിട്ടുണ്ടാവും നമ്മുടെ മനസ്സിൽ. പിന്നെ നമ്മൾ അത് മറുപടി കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതിന് പകരം എല്ലാം മറന്നുകൊണ്ട് പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്ഫുൾ വേർഡ്സ് ആണ്. നമ്മൾ സിനിമയിലൊക്കെ ഡയലോഗ് കേട്ടിട്ടുണ്ട് അല്ലേ, മൈൻഡ് യുവർ വേർഡ്സ് എന്നൊക്കെ. അത് പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മളുടെ വാക്കുകൾ നമ്മളവിടെ ഉപയോഗിക്കാൻ ആവശ്യമുള്ളതാണോ, അതല്ലെങ്കിൽ ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു മൈൻഡ്ഫുൾ വേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെർബൽ അവയർനെസ് ആണ്. അതായത് നമ്മളുടെ സംസാര ഭാവങ്ങളും മുഖഭാവങ്ങളും അതുപോലെ ടോൺ ഓഫ് വോയിസ് ഇതൊക്കെ നമ്മൾ പറയുന്ന വാക്കുകളുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സംസാരത്തിൻ്റെ ടോണ് തന്നെ മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ പലതും സംഭവിക്കും അല്ലേ? ആ ഒരു അർത്ഥം തന്നെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഷ്യസ് കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായിട്ട് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും. ഇതിലൊരു കോൾ ടു ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വാക്കുകൾക്ക് ഊർജമുണ്ട് അല്ലേ? ഒരാളെ നന്നായിട്ട് ഹീൽ ചെയ്യാനും അതുപോലെ റിലേഷൻഷിപ്പൊക്കെ ബ്രേക്ക് ചെയ്യാനും നമ്മുടെ വാക്കുകൾക്ക് സാധിക്കും. നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ തീരുമാനിക്കുന്നത് നമ്മളുടെ സംസാര ശൈലിയാണ്. അതുകൊണ്ട് എപ്പോൾ സംസാരിക്കുകയാണെങ്കിലും സ്റ്റോപ്പ്, തിങ്ക്, ദെൻ സ്പീക്ക്. STS. സ്റ്റോപ്പ്, തിങ്ക്, ദെൻ സ്പീക്ക്. താങ്ക് യു.